Hi and welcome to the new video. In this video, I'll be discussing about residue method which can be used for finding out the inverse set transform of a given sequence. Okay, so the inverse set transform of x of z can be obtained by the basic integral equation x of n is equal to 1 by 2 pi j integral over c, that is closed contour over c, x of z into z raised to n minus 1 dz. Okay, by definition, നമുക്ക് x of n കാണാൻ x of z എന്ന x of n കാണാൻ integral equation ഉണ്ട് 1 by 2 pi j integral over closed contour c x of z into z raised to n minus 1 dz. ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടും എന്ത് x of n ന്റെ വാല്യൂ where c is the circle in z plane in the ROC of x of z. c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിൾ ആണ് z plane ROC യുടെ ഉള്ളിൽ വരുന്നത്. And the above equation can be evaluated by finding sum of all residues of the poles that are inside the circle C. ഇപ്പോൾ ഇവിടെ ഒരു സർക്കിൾ സി കോണ്ടൂർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ കോണ്ടൂർ സി എന്താ റീജിയൻ ഓഫ് കൺവെർജൻസ് വെച്ച് വരുന്നതാണ്. അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ പോൾസിൻ്റെയും റെസിഡ്യൂസ് കണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഓഫ് എൻ കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് residues of x of z into z raised to n minus 1. ഇവിടെ നിൽക്കുന്ന കിട്ടും x of z into z raised to n minus 1 at all the poles inside C. That is summation I z minus zi into x of z into z raised to n minus 1 at z equal to zi. ഇതാണ് നമ്മൾ ജനറലി എന്താ റെസിഡ്യൂ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മാത്സിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം അതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കണം. And if x of z into z raised to n minus 1 has no poles inside the contour C for one or more values of n, then x of n equal to 0 for these values. അപ്പോൾ അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോണ്ടൂർ സിക്ക് ഉള്ളിലുള്ള വാല്യൂസ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. പോൾസ് ഡിനോമിനേറ്റർ എന്താ സ്പ്ലിറ്റ് ആക്കി പോൾസ് ആക്കി സെറ്റ് മൈനസ് എ ഇൻറ്റു സെറ്റ് മൈനസ് ബി എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും എഴുതുക. അതിലാ വരുന്ന വാല്യൂസ് ഏതെങ്കിലും പോൾസ് ഔട്ട്സൈഡ് ദാറ്റ് സർക്കിൾ വരികയാണെങ്കിൽ കോണ്ടൂർ വരികയാണെങ്കിൽ അതിനെ നമ്മൾ കാണണ്ട. കാരണം അതിൻ്റെ റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ആൻഡ് ദ റെസിഡ്യൂസ് ഓഫ് ദ പോൾസ് ക്യാൻ ബി ഫൗണ്ട് ബൈ യൂസിങ് കോഷി റെസിഡ്യൂ തിയറം. കോഷി റെസിഡ്യൂ തിയറം ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്തമാറ്റിക്സിൽ കോംപ്ലക്സ് അനാലിസിസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടും ചെയ്തിട്ടുള്ളതായിരിക്കും കോഷി റെസിഡ്യൂ തിയറം. അതൊന്നുകൂടി ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ മുന്നേ ഒന്നുകൂടി ഞാൻ പറഞ്ഞു പോവാം. ഇൻവേഴ്സ് കാണാൻ ഡയറക്ഷൻ ഇൻ്റഗ്രൽ ഇക്വേഷൻ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ആ ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എൻ ഈക്വൽ ടു 1 by 2 pi j ഇൻ്റഗ്രൽ ഓവർ ക്ലോസ് കോണ്ടൂർ സി എക്സ് ഓഫ് സെറ്റ് ഇൻറ്റു സെറ്റ് റേസ്ഡ് ടു n minus 1 dz ആണ്. പക്ഷേ ഇത് ഇങ്ങനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളവിടെ എന്ത് ഉപയോഗിക്കുന്നതാണ്? റെസിഡ്യൂ ഉപയോഗിക്കുകയാണ്. അതായത് ദിസ് ക്യാൻ ബി ഒബ്റ്റൈൻ ബൈ ഫൈൻഡിങ് റെസിഡ്യൂസ് ഓഫ് all the poles that are inside this contour C. സിയുടെ പുറത്താണോ അകത്താണോ എന്താ നമ്മളുടെ ഈ തന്നിട്ടുള്ള കിട്ടിയിട്ടുള്ള പോൾസ് എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. റെസിഡ്യൂ തിയറാണ് ഉപയോഗിക്കുന്നത്. റെസിഡ്യൂ തിയറം വെച്ച് വരുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അത് റെസിഡ്യൂ തിയറം ജസ്റ്റ് ഒന്ന് എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞ് പോവാം. അത് ഈ തിയറം കാണുമ്പോൾ കുറച്ച് വലുതായി തോന്നുമെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല. മാത്സിൽ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് കുറച്ചെങ്കിലും ഓർമ്മ ഉണ്ടായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് നമ്മളൊരു ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. എഫ് ഓഫ് സെഡ് എന്നുള്ള രീതിയിലാണ് ഫംഗ്ഷൻ എടുത്തിട്ടുള്ളത്. സോ ലെറ്റ് എഫ് ഓഫ് സെഡ് ബി എ ഫംഗ്ഷൻ ഓഫ് ദ കോംപ്ലക്സ് വാരിയബിൾ സെഡ് ആൻഡ് സി ബി എ ക്ലോസ് പാത്ത് ഇൻ സെഡ് പ്ലെയിൻ. ഓക്കെ, എഫ് ഓഫ് സെഡ് ആണ് നമ്മൾ എടുക്കുന്ന കോംപ്ലക്സ് ഫംഗ്ഷൻ. അത് ഒരു ക്ലോസ്ഡ് കോണ്ടൂർ സി സെഡ് പ്ലെയിനിൽ എടുത്തു. And if the derivative d by dz of f of z exists on and inside the contour C, and if f of z has no poles at z equal to z0. z equal to z0 പോൾസ് ഒന്നും ഇല്ല. d by dz of f of z എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഓൺ ആൻഡ് ഇൻസൈഡ് ദ കോണ്ടൂർ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ 1 by 2 pi j close integral over C f of z by z minus z0 dz is equal to f of z0 if z0 is inside C. ഇതാണ് നമ്മുടെ റെസിഡ്യൂ തിയറം വെച്ചിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് 1 by 2 pi j ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ z0 dz എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് z0 ആണ്. ഇഫ് z0 ഈസ് ഇൻസൈഡ് സി, അല്ലെങ്കിൽ അത് വാല്യൂ 0 ആയിരിക്കും ഔട്ട്സൈഡ് സി ആണെങ്കിൽ. ഇനിയിപ്പോൾ ഇത് k plus 1 1th order derivative of f of z exist ചെയ്യുന്നു and f of z has no poles at z equal to z0 ആണെങ്കിൽ നമുക്കിവിടെ all raised to k എന്ന് വരും. എന്താ 1 by 2 pi j integral over c f of z by z minus z0 all raised to k dz എന്ന് പറഞ്ഞാൽ അവിടെ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരും. 1 by k minus 1 factorial k minus 1th derivative of f of z എന്നിട്ട് വേണം z equal to എന്ത് കൊടുക്കാൻ?
Z0 കൊടുക്കാൻ. മറ്റോടത്താണെങ്കിൽ സിംപ്ലി നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കിട്ടുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റെസിഡ്യൂ ഓഫ് ദ പോൾ അറ്റ് Z equal to Z0. Z equal to Z0 റെസിഡ്യൂ ആണ്. ഇത് എന്താ പറയുക മൾട്ടിപ്പിൾ പോൾസ് ഇല്ലെങ്കിൽ ജസ്റ്റ് Z minus Z0 ഒറ്റണം മാത്രമല്ല ഇത് മൾട്ടിപ്പിൾ പോൾസ് വരികയാണെങ്കിലത്തെ കേസാണ് പറഞ്ഞത്. ഓക്കെ, ആൻഡ് ഇഫ് ദർ ആർ മോർ ദാൻ വൺ പോൾ ഇൻസൈഡ് ദ കോണ്ടൂർ ദ ഇന്റഗ്രൽ ക്യാൻ ബി ഇവാലുവേറ്റഡ് ബൈ ആഡിങ് അപ്പ് ഓൾ ദ റിസൾട്ട് ഫ്രം ഈച്ച് പോൾ. ഇതേപോലെ കുറെ പോളുകൾ ഉണ്ടായിരിക്കും കോണ്ടൂറിൻ്റെ ഉള്ളിൽ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക ഓരോ പോളും വെച്ചിട്ടുള്ള റെസിഡ്യൂ കാണുക, എല്ലാം കൂടി ആഡ് ചെയ്യുക. ഔട്ട്സൈഡ് കോണ്ടൂർ നമ്മൾ 0 ആയിട്ട് എടുക്കും. അത് മാത്രം അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അത് ഇത് അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. മാത്സിൽ എന്തായാലും പഠിച്ചിട്ടുള്ളതായിരിക്കും, ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുള്ളവർ മാത്സ് ഒന്ന് പോയി റിഫ്രഷ് ചെയ്ത് വന്നാൽ മതി. നമുക്കിത് പ്രോബ്ലം ചെയ്യാൻ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇങ്ങനെ കാണാണ്ട് അറിയണമെന്നൊന്നുമില്ല. ബേസിക് നമ്മുടെ ഇന്റഗ്രൽ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. ഇനി പ്രോബ്ലത്തിലേക്ക് വരാം. ഇപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, using residue method find the inverse set transform of x of z equal to 1 plus 3z raised to minus 1 divided by 1 minus 3z raised to minus 1 plus 2z raised to minus 2 and mod z is greater than 2. Okay, so region of convergence ആണെന്നുണ്ട്. സർക്കിൾ mod z greater than 2 ആണ് അപ്പോൾ അവിടുത്തെ സർക്കിൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടി വരുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എക്സ് ഓഫ് സെഡ് നമുക്ക് സെഡ് എന്ത് പവേഴ്സിലേക്കായിട്ട് വേണം എഴുതാൻ, എപ്പോഴും പോസിറ്റീവ് പവേഴ്സിലേക്ക് വേണം എഴുതാൻ. അപ്പോൾ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. സോ എക്സ് ഓഫ് സെഡ് ഈക്വൽ നമ്മൾ പോസിറ്റീവ് പവേഴ്സിലേക്ക് ആക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും, സെഡ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, കാരണം സെഡ് ടു മൈനസ് 2. സോ സെഡ് സ്ക്വയർ പ്ലസ് 3z ഡിവൈഡഡ് ബൈ 3z ഡിവൈഡഡ് ബൈ എന്ത് വരും, സെഡ് സ്ക്വയർ മൈനസ് 3z പ്ലസ് 2. അല്ലെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും, സെഡ് ഇൻറ്റു ഇവിടുന്ന് സെഡ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാമല്ലോ, സെഡ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ താഴത്തെ അതിൻ്റെ റൂട്ട്സ് എടുത്തു കഴിഞ്ഞാൽ സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് പ്ലസ് 2 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഈ സെയിം പ്രോബ്ലം സെയിം ക്വസ്റ്റ്യൻ ഞാൻ കൺവല്യൂഷൻ മെത്തേഡ് വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അവിടെ ആയിരുന്നപ്പോൾ നമ്മൾ ആദ്യം ചെയ്തായിരുന്നു ഇതേ കാര്യം. കൺക്ലൂഷനിലാകുമ്പോൾ ഇനി ഇത് രണ്ട് ഫംഗ്ഷനുകളായിട്ട് x1 സെറ്റ് ഇൻറ്റു x2 സെറ്റ് ആയിട്ട് അങ്ങനെ ചെയ്ത് പോവുകയാണ് ചെയ്തായിരുന്നു. ഇവിടെ നമ്മൾ അങ്ങനെയല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്, നമ്മൾ റെസിഡ്യൂ തിയറി ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് വേണം പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നൗ വി ഹാവ് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഡെഫിനേഷൻ ഇക്വേഷൻ ആണ് എഴുതേണ്ടത് 1/2πj ക്ലോസ് ഇൻ്റഗ്രൽ ഓവർ c x of z into z raised to n minus 1 dz. ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, റെസിഡ്യൂ തിയറം ഉപയോഗിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഓൾ ദ റെസിഡ്യൂസ് ഓഫ് എന്തിൻ്റെ റെസിഡ്യൂസാ എക്സ് ഓഫ് സെഡ് ഇൻറ്റു സെഡ് റേസ് ടു n മൈനസ് 1 അറ്റ് പോൾസ് ഓഫ് x of z into z raised to n minus 1 inside C. അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് റെസിഡ്യൂസ് ഓഫ് എക്സ് ഓഫ് സെഡ്. ഇപ്പോൾ നമുക്കറിയാലോ, അതവിടെ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്തെന്ന് വരും, z ഇൻറ്റു z പ്ലസ് 3 ഡിവൈഡഡ് ബൈ z പ്ലസ് 1 ഇൻറ്റു z പ്ലസ് 2 into z raised to n minus 1 at poles of x of z into z raised to n minus 1 inside C. അപ്പോൾ ഇത്രയാണ് ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം വരുന്നുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇത് പോൾസ് ഒക്കെ വേണമെങ്കിൽ അവിടുന്ന് നോട്ട് ചെയ്ത് വെക്കാവുന്ന കാര്യം തന്നെയുള്ളൂ. ഇവിടുത്തെ പോൾസ് ഏതൊക്കെയാണ്, പോൾസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, സെഡ് ഈക്വൽ ടു -1 ആൻഡ് -2 അല്ലേ. ഡിനോമിനേറ്റർ 0 കൊടുത്താൽ -1 -2 കിട്ടും. അത് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും കിട്ടും. അപ്പോൾ ഇത് ഈ സ്റ്റെപ്പ് എല്ലാറ്റിലും കോമൺ ആയിട്ട് വരുന്നത്. ആദ്യം പോസിറ്റീവ് പവേഴ്സിലാണ് തന്നിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, അല്ലെങ്കിൽ പോസിറ്റീവ് പവേഴ്സിലേക്ക് ആക്കുക. ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ആക്കണം, കാരണം നമുക്ക് പോൾസ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത കാര്യം ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്. എക്സ് ഓഫ് എൻ ഈക്വൽ ടു 1/2πj ഇന്റഗ്രൽ ഓവർ c എക്സ് ഓഫ് സെഡ് ഇൻറ്റു സെഡ് റേസ്ഡ് ടു n minus 1 dz. എന്നിട്ട് ഇത് എഴുതുക, സമ്മേഷൻ ഓഫ് റെസിഡ്യൂസ് ഓഫ് x of z into z raised to n minus 1 at poles of x of z into z raised to n minus 1 inside C, which is equal to summation of residues of x z into അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത്രേ ഉള്ളൂ. ഇത്ര എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അത് മിനിമം ഒരു മാർക്ക് അതിന് കിട്ടും, ഒരു മാർക്കെങ്കിലും അതിന് കിട്ടേണ്ടതാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടാണെന്നല്ല, എളുപ്പം തന്നെയാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ മാക്സിമം മാർക്ക് കിട്ടാൻ. എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാലും വലുതായിട്ടൊന്നും പോകാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുത്തെ ക്ലോസ്ഡ് കോണ്ടൂർ സി എന്നെല്ലാം പറയുന്നില്ല. അപ്പോൾ ഇവിടുത്തെ കോണ്ടൂർ ഏതാണ്,
നമ്മളുടെ റീജിയൻ ഓഫ് കൺവേർജൻസ് തന്നിട്ടുള്ളതാണ്. സോ ദി ക്ലോസ്ഡ് കോണ്ടൂർ അത് ഒന്ന് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതിയാൽ നല്ലതാണ്. ദ ക്ലോസ്ഡ് കോണ്ടൂർ സി ബീയിങ് ROC ആണ് ഉദ്ദേശിക്കുന്നത്. ബീയിങ് ROC എന്തായിരുന്നു മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 2 അല്ലേ. അപ്പോൾ അത് ഈ പോൾസിനെ എൻക്ലോസ് ചെയ്യണ്ടോ ഇല്ലേ എന്നുള്ള പറയാണ് വേണ്ടത്. എൻക്ലോസസ് ഇവിടുത്തെ കേസിൽ നമ്മൾ രണ്ടാൾക്കാരും -1 -2 അതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. എൻക്ലോസസ് ദ പോൾസ് അറ്റ് z equal to -1 and z equal to -2. അപ്പോൾ രണ്ടും അതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് പോളിലത്തെയും എന്ത് നമ്മൾ കാണേണ്ടി വരും, റെസിഡ്യൂ കാണേണ്ടി വരും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ therefore x of n is equal to എന്ത് വരും, ഇതൊന്ന് കറക്റ്റ് ആയിട്ടാണ് എഴുതുക. ഈ എഴുതിയിട്ടുള്ള സാധനം ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. സോ റെസിഡ്യൂസ്, ഇത് സ്റ്റെപ്പ് ഇങ്ങനെ എഴുതി പോണതാണ് നല്ലത്. റെസിഡ്യൂസ് ഓഫ് എന്തായി മാറി. ഇവിടെ ആണെങ്കിൽ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. z raised to n minus 1 z അവിടെ ഒഴിവായി കഴിഞ്ഞാൽ ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, z plus 3 into z raised to n divided by z plus 1 into z plus 2 അല്ലേ. അറ്റ് എവിടേക്കാന്നുള്ളത് കറക്റ്റ് ആയിട്ട് എഴുതുക. അറ്റ് പോൾസ് z equal to -1 and z equal to -2. ഇനി ജസ്റ്റ് അത് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സ്പ്ലിറ്റ് ആക്കി എഴുതാന്ന് മാത്രം. സോ എന്ത് വരും, റെസിഡ്യൂ ഓഫ് സെയിം. ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് എഴുതുന്നു. റെസിഡ്യൂ ഓഫ് അറ്റ് എവിടെയാ, z equal to -1 പ്ലസ് എന്ത് വരും, റെസിഡ്യൂ ഓഫ് സെയിം തന്നെ അറ്റ് z equal to -2. ഇതിങ്ങനെ സ്റ്റെപ്പായിട്ടൊന്ന് എഴുതിയാൽ നല്ലതായിരിക്കും. സ്റ്റെപ്പായിട്ട് എഴുതുന്നു. ഇനി ജസ്റ്റ് റെസിഡ്യൂ കാണുക. റെസിഡ്യൂ കാണാൻ വേണ്ടിയിട്ട് വലുതായിട്ടൊന്നുമില്ല. നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷനിൽ കോൺസ്റ്റന്റ് കണ്ടാർന്ന അതേ ഒരു പരിപാടിയാണ്. ഇപ്പോൾ ആദ്യത്തെ കാണുന്ന z equal to -1 അല്ലേ, അതായത് z plus 1 എന്നുള്ള ടൈം അതിനെ അവിടുന്ന് ഒഴിവാക്കുക. എന്നിട്ടുള്ള സെറ്റിന് എന്തിട്ട് കൊടുക്കുക, -1 ഇട്ട് കൊടുക്കുക. അത്ര ഉദ്ദേശിക്കുന്നു. അതായത് ഇതിനെ ഇൻറ്റു z+1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻറ്റു z+1 ആണ് ഇവിടെ ചെയ്യുക. അപ്പോൾ അതേപോലെ ഇത് കാണാൻ വേണ്ടിയിട്ട് എന്തിനു ഒഴിവാക്കണം, z+2 ഒഴിവാക്കുക, സെറ്റിനൊക്കെ എന്തിട്ട് കൊടുക്കുക, -2 എടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ അത് ഞാൻ അങ്ങനെ മുഴുവനായിട്ട് എഴുതുന്നില്ല, വെട്ടി കാണിക്കണമെന്നില്ല. ഡയറക്റ്റ് ആയിട്ട് ഇത് ഒഴിവാക്കിയിട്ട് ഞാൻ എഴുതുന്നുള്ളൂ. സോ ഇവിടെ എന്ത് വരും, z+3 ഇൻറ്റു z raised to n ഡിവൈഡഡ് ബൈ ബാക്കി ഇവിടെ താഴെ എന്ത് മാത്രമേ ഉള്ളൂ, z+2. കണ്ടീഷൻ ഇവിടെ കൊടുക്കേണ്ട എന്താ, z equal to -1 ഈ കണ്ടീഷൻ പ്ലസ് അടുത്തതിൻ്റെ വരുമ്പോൾ നമ്മൾ z+2 ആണ് അവിടെ ഒഴിവാക്കേണ്ടത്. അപ്പോൾ z+3 ഇൻറ്റു z raised to n ഡിവൈഡഡ് ബൈ ബാക്കി അവിടെ എന്താ, z+1. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് z equal to -2. ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കിട്ടാൻ പോകുന്നത് ഇതിൽ നിന്ന് കിട്ടിയ 2 വരും. 2 ഇൻറ്റു -1 raised to n -1 raised to n വരും. മൈനസ് ഇവിടെ -1 ആണ് വരിക, സോറി -2 raised to n എന്ന് വരും. ഓക്കെ, ഇതാണ് ഇവിടെ നമുക്ക് കിട്ടി നിൽക്കുന്നത്. ഇത് കോസൽ എന്നുള്ള രീതിയിലാണ്. ഇപ്പം ഇതേപോലെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നിൻ്റെ ലെസ് ദാൻ 0ൻ്റെ കേസിൽ ഫോർ n less than 0 we can prove that x of n equal to 0. x of n equal to 0 ആണ് കിട്ടുക. കാരണം ഓൾറെഡി നമുക്ക് ഇവിടെ കോസലാണ് റീജിയൻ ഓഫ് കൺവേർജൻസ് തന്നിട്ടുണ്ടായിരുന്നല്ലോ, മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 2 അല്ലേ. അപ്പോൾ ശരിക്കും അങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് നേരെ ഇവിടെ ഇൻ്റെ ഒരു u of n കൂടി എഴുതാം. അപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് ഒരു കേസിൽ ജസ്റ്റ് ഒരു കേസ് മാത്രം ഒന്ന് കാണിക്കാം. സമയം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. n equal to നിർബന്ധമില്ല, ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. n equal to -1 കേസ് മാത്രം നമ്മൾ എടുക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ n equal to -1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താ നമ്മുടെ എക്സ് ഓഫ് z ഇൻറ്റു z raised to n minus 1 എന്നുള്ളത് എന്തായിട്ട് മാറും, എക്സ് ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു, z ഇൻറ്റു z+3 ഡിവൈഡഡ് ബൈ z+1 ഇൻറ്റു z+2 ആയിരുന്നു. ഇൻറ്റു എന്താണ് z raised to n minus 1. n ന് -1 കൊടുത്തു കഴിഞ്ഞാൽ z raised to -2 അല്ലേ വരാൻ പോകുന്നത്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും, z+3 ഡിവൈഡഡ് ബൈ z ക്യാൻസൽ ആയി ഒരു z raised to -1 വരും. അപ്പോൾ z താഴത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ z+1 ഇൻറ്റു z+2 എന്നുള്ള രീതിയിലാണ് വരിക അല്ലേ. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ഇത് വെച്ച് കിട്ടാൻ പോകുന്നത് നമുക്ക് എക്സ് ഓഫ് -1 ആണല്ലോ, എക്സ് ഓഫ് -1 n equal to -1. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ സം ഓഫ് റെസിഡ്യൂസ് ആണ് എന്തിൻ്റെ ഓഫ്
z plus 3 divided by ഇപ്പോൾ കിട്ടിയിട്ടുള്ള സാധനം z into z plus 1 into z plus 2 അറ്റ് ഏതൊക്കെയാണ് 3 പോളുകൾ വരുന്നുണ്ട് z equal to 0 minus 1 minus 2. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുക എന്തായിരിക്കും ഓരോന്നിൻ്റെയും വാല്യൂസ് ഞാനത് ചെയ്യാൻ നിൽക്കേണ്ടത് വെറുതെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്താ വരിക 3/2 വരും ആദ്യത്തെ -2 വരും അടുത്തത് +1/2 വരും ഇത് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 0 കിട്ടും ഇതേപോലെ നമ്മൾ എന്തിനു ചെയ്ത് കഴിഞ്ഞാലും 0 കിട്ടുള്ളൂ അപ്പോൾ therefore നമുക്ക് x of n equal to എന്ത് എഴുതാം therefore x of n is equal to cosine ആണ് ഇതിൻ്റെ ഒപ്പം u of n കൂടി എടുത്ത് എഴുതാം so 2 into -1 raised to n minus -2 raised to n into എന്തും കൂടി എഴുതി കൊടുക്കാം u of n അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത് സംഭവം വളരെ എളുപ്പമാണ് next question determine the inverse Z transform using the complex integral x of z equal to 2z raised to -1 divided by 1 minus 1/4 z raised to -1 ROC mod z greater than 1/4 x of z equal to z raised to -1 divided by 1 minus 2z raised to -1 into 1 minus 3z raised to -1 ROC 2 less than mod z less than 3 and x of z equal to z by z minus 1 whole cube. ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് ടേം ശ്രദ്ധിക്കുക എന്താ പറഞ്ഞിട്ടുള്ള യൂസിങ് കോംപ്ലക്സ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തന്നെയാണ് റെസിഡ്യൂ മെത്തേഡ് തന്നെയാണ് എന്നുള്ളത് അവിടുന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് കാര്യം കാരണം നമ്മൾ എന്താ കോംപ്ലക്സ് ഇൻ്റഗ്രൽ ബേസിക് ഡെഫിനിഷൻ ഇക്വേഷൻ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് റെസിഡ്യൂ മെത്തേഡ് തന്നെയാണ് അല്ലാണ്ട് വേറെ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല കോംപ്ലക്സ് ഇൻ്റഗ്രൽ ചെയ്യുന്നില്ല അപ്പോൾ അത് ജസ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഒന്നാമത്തെ കാര്യം ഇനി ബാക്കി നമ്മൾ നേരത്തെ ചെയ്താറുന്ന അതേപോലെ ചെയ്തു തുടങ്ങുക സോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാണ് എക്സ് ഓഫ് സെഡ് ഈക്വൽ ടു 2z raised to -1 ഡിവൈഡഡ് ബൈ 1 minus 1/4 z raised to -1 അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾ എന്തായിരുന്നു ഇതിനെ എന്ത് പവറിലേക്ക് ആക്കുക എന്നുള്ളതാണ് പോസിറ്റീവ് പവേഴ്സിലേക്ക് ആക്കുക എന്നുള്ളത് ആണ് അല്ലേ സോ എക്സ് ഓഫ് സെഡ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം 2z ഡിവൈഡഡ് സെഡ് കൊണ്ടാണ് എന്താ പറയുക z raised to -1 2z raised to -1 divided by ഓക്കെ ഇവിടെ ഒരു കറക്ഷൻ ഞാൻ ചെയ്യുന്നുണ്ട് ഇത് ഹോൾ സ്ക്വയർ ആണ് അപ്പോൾ നമ്മൾ സെറ്റ് സ്ക്വയറിന് വിളിക്കുന്നത് അപ്പോൾ 2z ഡിവൈഡഡ് ബൈ എന്തായിട്ട് വരും താഴെ എന്ത് വരും z minus 1/4 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ഓക്കെ ചെയ്തൂടെ മേലെ താഴെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും ഇനി അതവിടെ വെക്കുക ബാക്കി അവിടേക്ക് എത്താം അപ്പോൾ അതിന് മുന്നേ നമ്മൾ നേരത്തെ എഴുതിയാർന്ന പോലെ കാര്യങ്ങൾ എഴുതി പോവുക സോ യൂസിങ് കോംപ്ലക്സ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം അല്ലെങ്കിൽ എല്ലാറ്റിലും ഇങ്ങനെ തന്നെ എഴുതാം യൂസിങ് കോംപ്ലക്സ് ഇൻ്റഗ്രൽ വി ഹാവ് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1/2πj എല്ലാറ്റിലും എഴുതണം ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി ബാക്കി എന്താ എക്സ് ഓഫ് സെഡ് ഇൻറ്റു സെഡ് റേസ് ടു n minus 1 dz ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് എല്ലാം ഫോർ ഏതാണ് നമ്മുടെ റീജിയൻ ഓഫ് കൺവേർജൻ ഗ്രേറ്റർ ദാൻ 1/4 ആണ് സോ ശരിക്ക് എന്തായാലും നെഗറ്റീവ് വാല്യൂസ് ഇല്ല എന്നുള്ള അർത്ഥത്തിന് എന്നാലും നമ്മൾ വേണമെങ്കിൽ ഇത് പറയാം അർത്ഥത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല ഫോർ n ഗ്രേറ്റർ ദാൻ ഈക്വൽ 0 എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പോവാം എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1/2πj ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി അത് വേണമെങ്കിൽ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് എഴുതാം അപ്പോൾ ഇവിടെ എന്ത് വരും 2z ഡിവൈഡഡ് ബൈ ഇതിങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല നേരത്തെ ചെയ്താർന്ന പോലെ ചെയ്താലും മതി ഇങ്ങനെ ചെയ്ത് മാത്രം z minus 1/4 ഹോൾ സ്ക്വയർ ഇൻറ്റു എന്ത് വരും z raised to n minus 1 dz okay and this is equal to 1/2πj closed integral over c എന്ത് വരും 2 into z raised to n എന്നായിട്ട് മാറും ഒരു z ഇവിടെ ക്യാൻസൽ ആയി പോകും ഡിവൈഡഡ് ബൈ z minus 1/4 whole square dz okay and this is equal to നേരത്തെ നമ്മൾ റെസിഡ്യൂ എന്ന് എഴുതിയതിന് ശേഷമാണ് ഈ സിംപ്ലിഫിക്കേഷൻ ഇത് അതുകൂടെ ഡയറക്റ്റ് ചെയ്ത് മാത്രം എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല ഈക്വൽ ടു റെസിഡ്യൂ ഓഫ് എന്ത് വരും ഇപ്പോൾ കിട്ടിയിട്ടുള്ള സാധനം ഈ ഉള്ളിൽ നിൽക്കുന്നുണ്ട് 2 into z raised to n divided by z minus 1/4 whole square at എവിടെയാണ് at z equal to 1/4 അല്ലേ പോള് താഴ്ന്നതിനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഇത് വേണമെങ്കിൽ ഇവിടെ തന്നെ എഴുതി വെക്കാവുന്നേ ഉള്ളൂ പോൾ ഏതാ z equal to 1/4 കാരണം ഹോൾ സ്ക്വയർ അല്ല അപ്പോൾ രണ്ടു വട്ടം താഴെ വരിക ശരിക്കും z minus 1/4 z minus 1/4 വരെ സോ 1/4 ആണ് മൾട്ടിപ്ലിസിറ്റി 2 ഇപ്പോൾ രണ്ടെണ്ണമായിട്ട് വരുന്നുണ്ട് സോ z equal to 1/4 of
multiplicity 2. അതായത് 2 വട്ടം എന്നുള്ള അർത്ഥം ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മറ്റേ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. അവിടെ ഞാൻ റെസിഡ്യൂ തിയറം, കോഷി റെസിഡ്യൂ തിയറം പറഞ്ഞ സ്ഥലത്തെ ഉപയോഗിച്ചാർന്ന ഇക്വേഷൻ ഉപയോഗിക്കുന്നു. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/2 minus 1 ഫാക്ടർ. അപ്പോൾ എന്ത് വരും? 1/1 ഫാക്ടോറിയൽ k - 1 ആയി മാറുള്ളൂ. d/dz, അതായത് d raised to k - 1/dz raised to k - 1 ആണ്. k എന്ന് പറഞ്ഞാൽ 2 ആയതുകൊണ്ട് 1 കുറച്ച് കഴിഞ്ഞാൽ 1 തന്നെ വരിക. ഡെറിവേറ്റീവ് എടുക്കണം. എന്തിൻ്റെ? നമ്മൾ ഇതിനെ ഒഴിവാക്കിയിട്ടുള്ള സാധനത്തിൻ്റെ ഒഴിവാക്കാനുള്ള റെസിഡ്യൂ കാണുമ്പോൾ ഇതിനെ ഒഴിവാക്കണം. ബാക്കി അവിടെ വരുന്നത് എന്തേ ഉള്ളൂ? 2 × z⁻n. ഈ ഒരു ടേമിൻ്റെ മറ്റോടത്ത് മുന്നത്തെ പ്രോബ്ലത്തിലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാകുന്നില്ല. ജസ്റ്റ് അതിനെ ഒഴിവാക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇത് ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം വേണം എന്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. z = 1/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, പിന്നെ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതായിരുന്നു, നമ്മുടെ റീജിയൻ ഓഫ് കൺവേർജൻസ് ആയിരുന്നു. 1/4 ആണ്. അപ്പോൾ പിന്നെ 1/4ൻ്റെ ഗ്രേറ്റർ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലാണ് 1/4. അതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്ത് പോകുന്നത് കേട്ടോ. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 2 × ഇവിടെ ഒരു ഡെറിവേറ്റീവ് എടുക്കണം. എന്തിൻ്റെ? z⁻n ൻ്റെ n × z⁻n - 1 എന്നാണ് വരില്ല. സോ 2 × n × z⁻n - 1 വരും. z = 1/4. So this will be equal to 2 × n × 1/4 raised to n - 1. ഇതാണ് നമുക്ക് അവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇനി വേണമെങ്കിൽ ജസ്റ്റ് ഒരു വാല്യൂ ജസ്റ്റ് നെഗറ്റീവിൻ്റെ ഒരെണ്ണം ചെയ്ത് നോക്കാം. സോ സേ ഫോർ n = -1. നേരത്തെ ചെയ്താൽ പോലെ നിർബന്ധമൊന്നുമില്ല, പറ്റുകയാണെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ ഇതിനെ × u എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിപ്പിച്ചേക്കുക. കാരണം ഓൾറെഡി നമുക്ക് അറിയാം കോഴ്സിലാണെന്നുള്ള കേസ്. ഓക്കെ, x of -1 is equal to എന്ത് വരും? 1/2πj ഇൻ്റഗ്രൽ ഓവർ c. ബാക്കി ഇവിടെ ഇപ്പോൾ വരാൻ പോകുന്നത് ഒരു സെഡ് താഴേക്ക് വരും. z × z - 1/4 ഹോൾ സ്ക്വയർ dz എന്ന് പറഞ്ഞിട്ട് വരും. ഇതിൻ്റെയും വീണ്ടും എന്തെന്നെയാണ് കാണേണ്ടത്? റെസിഡ്യൂസ് ആണ്. അപ്പോൾ അത് ഞാൻ അവിടെ സം ഓഫ് റെസിഡ്യൂസ് എന്ന് പറഞ്ഞ് എഴുതുന്നില്ല. 2 പോയിന്റുകൾ കാണേണ്ടി വരും. ഒന്ന് z = 0യിലും z = 1/4 വിത്ത് മൾട്ടിപ്ലിസിറ്റി 2. അപ്പോൾ എന്ത് വരും? ആദ്യത്തെ സെഡിനെ ഒഴിവാക്കുക, സെഡിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ല. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 1/z - 1/4 ഹോൾ സ്ക്വയറിൽ എന്ത് കൊടുക്കേണ്ടി വരും? z = 0 കൊടുക്കണം. അടുത്തത് നേരത്തെ നമ്മൾ ചെയ്തായിരുന്ന പോലെ 1/1 ഫാക്ടോറിയൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ട് അതിനെ ഒഴിവാക്കിയതിന് ശേഷമുള്ളതിൻ്റെ ശേഷം അവിടെ ബാക്കിയുള്ളത് എന്താണ്? 1/z ആണ്. 1/zൻ്റെ ഡെറിവേറ്റീവ് കണ്ടതിന് ശേഷമാണ് എന്ത് കൊടുക്കാൻ? z = 1/4 കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. 16 കിട്ടും. അടുത്തത് എന്ത് കിട്ടും? -16 കിട്ടും. സോ ദിസ് വിൽ ബി 0 കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മൾ സമ്മറൈസ് ചെയ്യാണ്. ദാറ്റ് ഈസ് ബാക്കി ചെയ്ത് നോക്കിയാൽ തന്നെ കിട്ടുക. ഫോർ n less than 0 x of n equal to 0 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് എഴുതും. സോ therefore എന്ത് എഴുതാം? x of n is equal to 2n × 1/4 raised to n - 1 u of n. ഇതിൻ്റെ ഒപ്പം ഒരു u of n കൂടി ഇട്ട് കൊടുത്തു മാത്രം. ഇതാണ് കിട്ടുന്നത്. ഓക്കെ, ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ ഇതിലെ സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് ബി പാർട്ട്. ബി എന്ന് പറയുന്നത് എന്തായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്? x of z is equal to z⁻⁻1 all divided by 1 - 2z⁻⁻1 into 1 - 3z⁻⁻1, and the ROC given was 2 less than mod z less than 3. ഇതാണ് ROC തന്നിട്ടുള്ളത്. ഓക്കെ, സോ ആദ്യം ഇതിനെ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് പവേഴ്സിലേക്ക് ആക്കാന്നുള്ള തന്നെ കാര്യം. സെറ്റ് സ്കോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ എന്ത് വരും? z ഹോൾ ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും? z - 2 into z - 3. അത് എളുപ്പത്തിൽ കിട്ടി. ഇനി ഇവിടെ കോണ്ടൂർ രണ്ടും വരുന്നുണ്ട്, ലെസ്സും വരുന്നുണ്ട്, ഗ്രേറ്ററും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 2 ലെസ് ദാൻ 3 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ അത് ഒന്ന് അവിടെ ഞാൻ ജസ്റ്റ് എഴുതാം. സോ ദ കോണ്ടൂർ ഓഫ് ഇൻ്റഗ്രേഷൻ C lies in the annular region അല്ലേ? lies in the annular region of ROC and the inverse set transform
Z transform is ഇവിടുത്തെ കേസിൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എഴുതുമ്പോൾ നമ്മൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് രണ്ട് കേസുകൾ വരുന്നുണ്ട്. ഒന്ന് മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 2 വരുന്നുണ്ട്. അത് നമ്മളെ കോസലാണ് അല്ലേ. ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാം. നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 2 ആണ്. മറ്റേത് വരുന്നത് മോഡ് സെഡ് ലെസ് ദാൻ 3 ആണ്. അപ്പോൾ ആദ്യത്തെ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി അറിയാം അതെന്താണ് കോസലാണ് അത് കാണിക്കുന്നത്. രണ്ടാമത്തത് എന്താണ് ആൻറ്റി കോസലാണ്. കോസലാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ കോസൽ എടുക്കുമ്പോൾ ജസ്റ്റ് ചുമ്മാ സം ഓഫ് റെസിഡ്യൂസ് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. ആൻറ്റി കോസൽ എടുക്കുമ്പോൾ ഒരു മൈനസ് അതിൻ്റെ ഫ്രണ്ടിൽ എഴുതണം. മൈനസ് സം ഓഫ് റെസിഡ്യൂസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇതിനെ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ വരും. ദാറ്റ് ഈസ് എക്സ് ഓഫ് എൻ ഈക്വൽ ടു മൈനസ് സം ഓഫ് റെസിഡ്യൂസ് ഓഫ് എക്സ് ഓഫ് സെഡ് ഇൻറ്റു സെഡ് റേസ് ടു എൻ മൈനസ് 1. അത് നമ്മളെ ബേസിക് ഡെഫിനേഷൻ ഇക്വേഷൻ ആണ്. ഞാൻ അവിടെ എഴുതിയിട്ടില്ല, അത് എഴുതേണ്ടതായിരുന്നു. എഴുതിയിട്ട് ചെയ്താൽ മതി. അറ്റ് എവിടെ വരും പോൾ, അതും ഇവിടെ വേണമെങ്കിൽ എഴുതി കേട്ടോ. അവിടുന്ന് പോൾസ് നമ്മൾ എഴുതിയിട്ടില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പോൾസ് ഏതൊക്കെയാണ് സെഡ് ഈക്വൽ ടു 2, സെഡ് ഈക്വൽ ടു 3. അറ്റ് പോൾ സെഡ് ഈക്വൽ ടു 3 അല്ലേ. ഫോർ എൻ ലെസ് ദാൻ 0, കാരണം നമുക്ക് സെഡ് ലെസ് ദാൻ അതാണ് ആൻറ്റി കോസിൽ വരുന്നത്. ആൻഡ് ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു സം ഓഫ് റെസിഡ്യൂസ് എന്ന് എഴുതേണ്ട കാര്യമില്ല, റെസിഡ്യൂ തന്നെയുള്ളൂ. റെസിഡ്യൂ ഓഫ് സെയിം എക്സ് ഓഫ് സെഡ് ഇൻറ്റു സെഡ് റേസ് ടു എൻ മൈനസ് 1 അറ്റ് ഇതാ പോൾ സെഡ് ഈക്വൽ ടു 2 ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ വരും അല്ലേ. ഓക്കെ, ഇനി അത് ജസ്റ്റ് രണ്ടും രണ്ടായിട്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും രണ്ടായിട്ട് തന്നെ ചെയ്യുക. ദാറ്റ് ഈസ് ഫോർ. സാധാരണത്തെ കേസിൽ നമ്മൾ ഇതുവരെ ചെയ്തതിലൊന്നും എന്തുണ്ടാകുന്നില്ല, ആൻറ്റി കോസിൻ്റെ കണ്ടീഷൻ ആകുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് ജസ്റ്റ് 0 എന്ന് പ്രൂവ് ചെയ്യാറുണ്ട്. ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, രണ്ടും രണ്ടായിട്ട് കാണാം. സോ ഫോർ എൻ ലെസ് ദാൻ 0 എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എന്ത് വരും, ഒരു മൈനസ് ഇട്ട് കൊടുത്തിട്ട് റെസിഡ്യൂ കാണണമെന്ന് മാത്രമേ ഉള്ളൂ. സോ മൈനസ് ഇട്ടിട്ട് നമ്മളുടെ ഈ ഇതിൽ നിന്ന് എക്സ് ഓഫ് സെഡ് ഇൻറ്റു സെഡ് റേസ് ടു എൻ മൈനസ് 1 ഒഴിവാക്കിയാൽ മതി. അപ്പോൾ അതിന് വേണമെങ്കിൽ ആദ്യം ഇതിപ്പോൾ എക്സ് ഓഫ് സെഡ് അല്ലല്ലോ, അപ്പോൾ അത് വേണമെങ്കിൽ അത് എഴുതിയതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് വരാം, അതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതുക, എക്സ് ഓഫ് സെഡ് ആണ് നമ്മുടെ കയ്യിൽ. എക്സ് ഓഫ് സെഡ് ഇൻറ്റു സെഡ് റേസ് ടു എൻ മൈനസ് 1 ഈക്വൽ ടു എന്ത് വരും, സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 2 ഇൻറ്റു സെഡ് മൈനസ് 3. ഇതൊക്കെ ആദ്യം ചെയ്തിട്ട് പോയാൽ മതി. സെഡ് റേസ് ടു എൻ മൈനസ് 1. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും, സെഡ് റേസ് ടു എൻ ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 2 ഇൻറ്റു സെഡ് മൈനസ് 3. ഇത് ഇതിന് മുന്നേ ചെയ്ത് വെക്കേണ്ടതാണ് നല്ലത്, ഏറ്റവും ആദ്യം തന്നെ. ഇവിടെ തന്നെ അത് ചെയ്ത് വെച്ചിട്ട് പോന്നാൽ മതി. അതുപോലെ ഇവിടെ നമ്മൾ ആ കോംപ്ലക്സ് ഇൻ്റഗ്രലിൻ്റെ ഇക്വേഷൻ കൂടി എഴുതിയിട്ട് വന്നാൽ മതി. ഓക്കെ, ഇത് നമുക്ക് കിട്ടി. സോ ഫോർ എൻ ലെസ് ദാൻ 0. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഫോർ എൻ ലെസ് ദാൻ 0 ആണ്. സോ എൻ ലെസ് ദാൻ 0 ആകുമ്പോൾ എക്സ് ഓഫ് എൻ ഈക്വൽ ടു എന്താ, റെസിഡ്യൂ കാണുന്നതിന് മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഇത് 3D ആണല്ലോ കാണേണ്ടത്. അപ്പോൾ സെഡ് മൈനസ് 3 എന്നുള്ളതിനെ അവിടുന്ന് ഒഴിവാക്കണം. ബാക്കി അവിടെ കിടക്കുന്നത് സെഡ് റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എന്ത് വരും, സെഡ് മൈനസ് 2. അതിലെന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സെഡ് ഈക്വൽ ടു 3 കൊടുക്കുക. സോ ദിസ് വിൽ ബി ഈക്വൽ ടു മൈനസ് 3 റേസ് ടു എൻ എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ അത് കിട്ടി. ഇനി അതേപോലെ അടുത്ത കണ്ടീഷൻ ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ത് വരും, എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എന്തിനെ ഒഴിവാക്കണ്ടേ, നമ്മൾ 2ൻ്റെ ടേമിനെ ഒഴിവാക്കണ്ടേ, മൈനസ് വേണ്ട. സോ സെഡ് റേസ് ടു എൻ ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 3 അറ്റ് സെഡ് ഈക്വൽ ടു 2 will obtain it as minus 2 raised to n. Therefore x of n is equal to എന്ത് വരും, ഒന്ന് കോസിലാണ് മറ്റേത് ആൻറ്റി കോസിലാണ്. അത്ര ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഇതാണ് കോസിൽ വരുന്നത് അല്ലേ. സോ മൈനസ് 2 raised to n എന്ത് കൊടുക്കുക, u of n കൊടുക്കുക. അടുത്തത് മൈനസ് 3 raised to n ആൻറ്റി കോസിലാണ്. അപ്പോൾ എന്ത് കൊടുക്കുക, u of minus n minus 1. ഇത്ര ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അതും സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ആ പ്രോബ്ലം. ഇനി നമ്മുടെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു, മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തത് അതും കൂടി ഒന്ന് ചെയ്തു വരാം. ഓക്കെ, സോ തേർഡ് ക്വസ്റ്റ്യൻ, അതായത് പാർട്ട് സി എന്തായിരുന്നു, എക്സ് ഓഫ് സെഡ് ഈസ് ഗിവൺ ആസ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 1 ഹോൾ ക്യൂബ്. സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 1 ഹോൾ ക്യൂബ് ആണ്. അപ്പോൾ ഇതിൽ ശരിക്കും എല്ലാറ്റിലും ചെയ്യേണ്ട പോലെ ഇതിപ്പോൾ പോസിറ്റീവ് പവേഴ്സിൽ തന്നെയാണ്, ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എക്സ് ഓഫ് എൻ ഈക്വൽ ടു ഇത് എല്ലാറ്റിലും എഴുതട്ടെ. നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ എഴുതിയില്ല, അത് എഴുതിയിട്ട് വേണം ശരിക്കും ചെയ്യാൻ.
1 by 2 pi j closed integral over c x of z into z raised to n minus 1 dz. Alle? Okay. And for n greater than or equal to 0, x of n is equal to 1 by 2 pi j closed integral over c z divided by z minus substitute whole cube z raised to n minus 1 into dz, and this is equal to what? Residue of z raised to, what, simplify the z raised to n divided by z minus 1 whole cube at the pole z equal to 1 of multiplicity എത്രയാ? Multiplicity 3. ഇവിടെ region of convergence തന്നിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, therefore x of n equal to നമ്മൾ നേരത്തെ ഇക്വേഷൻ പ്രകാരം 1 by എന്ത് വരും? k minus 1 factorial, അത് 3 minus 1 factorial വരും, that is 1 by 2 factorial. ഇനി ഡെറിവേറ്റീവ് എടുക്കുന്നതും k minus 1, അതായത് 2 വരും, d square by dz square of എന്തിൻ്റെ ഡെറിവേറ്റീവ്? ഇതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി അവിടെ വരുന്നത് എന്താ? z raised to n ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കേണ്ടി വരും. ഇത് ശേഷം നമ്മൾ എന്ത് കൊടുക്കുക? z equal to 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്കത് കിട്ടുക 1 by 2 ഇൻറ്റു ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു z raised to n minus 2 ആണ് കിട്ടുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണ്. z equal to എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. സോ വിൽ ഒബ്റ്റെയിൻ ഇറ്റ് ആസ് ഈക്വൽ ടു എന്ത് കിട്ടും? n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇനി നേരത്തെ ചെയ്താർന്ന പോലെ വേണമെങ്കിൽ മൈനസ് 1ൻ്റെ മാത്രമായിട്ട് നമുക്കൊന്ന് കാണാം. സേ ഫോർ n ഈക്വൽ ടു മൈനസ് 1, അതായത് എക്സ് ഓഫ് മൈനസ് 1 കാണണം. ഈക്വൽ ടു എന്ത് വരും? 1 ബൈ 2 പൈ ജെ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? ഇൻ്റഗ്രൽ ഓവർ സി സെഡ് ഡിവൈഡഡ് ബൈ z മൈനസ് 1 ക്യൂബ് ഇൻറ്റു ഇവിടെ എന്താ വരിക? z raised to മൈനസ് 2 അല്ലേ? ഡി സെഡ്, ദാറ്റ് ഈസ് റെസിഡ്യൂ ഓഫ് 1 by എന്തായിട്ട് വരും? z ഇൻറ്റു z മൈനസ് 1 ഹോൾ ക്യൂബ്. അവിടെ സിംപ്ലിഫൈ ചെയ്താൽ z raised to മൈനസ് 1 താഴത്തേക്ക് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അറ്റ് പോൾ z equal to 1 of multiplicity 3 പ്ലസ് ഏതിൻ്റെ കൂടിയും വരും? 0ൻ്റെ കൂടിയും വരും അല്ലേ? പ്ലസ് റെസിഡ്യൂ ഓഫ് സെയിം 1 by z into z minus 1 whole cube at pole z equal to 0. ജസ്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്താർന്ന പോലെ. സോ ദിസ് തിങ് വിൽ ബി ഈക്വൽ ടു 1 by 2 factorial ഇൻറ്റു എന്തെടുക്കണം? സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കണം, ഡി സ്ക്വയർ ബൈ ഡി സെഡ് സ്ക്വയർ ഓഫ്, അതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി അവിടെ എന്തുണ്ട്? 1 by z ആണ്. 1 by z ഡെറിവേറ്റീവ് ആണ് എന്ത് കൊടുക്കുക? z ഈക്വൽ ടു 1 കൊടുക്കുക, പ്ലസ് അടുത്തതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ വരിക 1 by z മൈനസ് 1 ഹോൾ ക്യൂബ് ആണ്. അതിന് നമ്മൾ എന്തിട്ട് കൊടുക്കുക? z ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുക. സോ വിൽ ഒബ്റ്റെയിൻ ആസ് 1 മൈനസ് 1 വരും, വിച്ച് വിൽ ബി 0. സോ ദെർഫോർ നമ്മൾ എക്സ് ഓഫ് n ഈക്വൽ ടു എന്തെടുക്കും? കോസൽ മാത്രമാണെന്നുള്ള രീതിയിൽ n ഇൻറ്റു n മൈനസ് 1 by 2 ഇൻറ്റു യു ഓഫ് n എന്ന് പറഞ്ഞിട്ട് എടുക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ ഒരു ടൈപ്പുകളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരാൻ പോകുന്നത്.